ഹായ്, വെൽക്കം ബാക്ക് ടു അജീസ് ക്രിയേഷൻ. ഇന്ന് ഞാൻ ചെയ്യുന്ന വീഡിയോ വ്യൂവേഴ്സിൻ്റെ റിക്വസ്റ്റ് പ്രകാരം ചെയ്യുന്നതാണ്. വെയ്റ്റ് ലോസ്. സ്കിൻ ആൻഡ് ബോൺ സിറ്റുവേഷൻ അല്ല കേട്ടോ ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കെല്ലാവർക്കും ഉള്ള ആഗ്രഹം എന്താണ്? ആഗ്രഹിക്കുന്നതെല്ലാം കഴിക്കുക, എന്നാൽ വണ്ണം വയ്ക്കാതിരിക്കുക. സേഫായി എങ്ങനെ ശരീരഭാഗം കുറയ്ക്കാം, ഈസി ലൈഫ് നയിക്കാം എന്നതാണ് ഞാനിവിടെ പ്രതിപാദിക്കുന്നത്. ഇതിന് ഒത്തിരി റീസൺസും വളരെ ഡീറ്റെയിൽ ആയിട്ടും പോകേണ്ടതുണ്ട്. അതുകൊണ്ട് ഇത് കണ്ടിന്യൂറ്റി ഉള്ള 2-3 വീഡിയോ ആയിട്ടാണ് ഞാനത് റിലീസ് ചെയ്യാൻ പോകുന്നത്. അമിതഭാരം എന്നത് പല കാരണങ്ങൾ കൊണ്ടുണ്ട്, അല്ലെങ്കിൽ പല തരത്തിലുള്ള അമിതഭാരമുണ്ട്. ചിലത് മെഡിക്കൽ റീസൺസ് കൊണ്ടാണ്. മെഡിക്കൽ റീസൺ കൊണ്ടുണ്ടാകുന്ന അമിതഭാരം കുറയ്ക്കാനും ബുദ്ധിമുട്ടാണ്. ഫോർ എക്സാമ്പിൾ, ചില ഹോർമോൺ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നവർക്ക് അമിതഭാരം ഉണ്ടാകാറുണ്ട്. ചില തൈറോയിഡ് രോഗത്തിന് അമിതഭാരത്തിൻ്റെ പ്രോബ്ലമുണ്ട്. ചില ഷുഗർ മെഡിക്കേഷൻ എടുക്കുന്നവർക്ക് ശരീരത്തിന് നല്ല മോഷൻ, ബൗൾ മൂവ്മെൻറ്റ് ഇല്ലാത്തവർ, ഇവർക്കെല്ലാവർക്കും വെയിറ്റ് വയ്ക്കും. ഇതൊക്കെ കൺട്രോൾ ചെയ്യാനും ബുദ്ധിമുട്ടാണ്. രണ്ടാമത്തെ ഒരു കാരണം ലാക്ക് ഓഫ് എക്സസൈസ്, ആവശ്യത്തിന് വ്യായാമം ചെയ്യാതിരിക്കുക. മൂന്നാമത്തെ ഒരു റീസൺ റിയലിസ്റ്റിക് അല്ലാതെ കൊതിക്കുന്ന എല്ലാം ഉണ്ടാക്കി കഴിച്ച് ശരീരത്തിന് ഭാരം വയ്ക്കുന്നവർ. ഇവിടെ ഞാൻ ആദ്യമായിട്ട് പ്രതിപാദിക്കുന്നത് ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് മെനു ആണ്. ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് മെനുവിൽ ആദ്യത്തെ ഐറ്റം അവക്കാഡോ സ്മൂത്തി. അവക്കാഡോ സ്മൂത്തിയും ഒരു എഗ്ഗും നിങ്ങളുടെ ദിനചര്യയുടെ ഭാഗമാകട്ടെ. അപ്പോൾ വേഗം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് സ്മൂത്തി ഉണ്ടാക്കാം. അവക്കാഡോ സ്മൂത്തി, ഒരു എഗ്ഗും ഈ സ്മൂത്തിയും കൂടെ കഴിച്ചു കഴിഞ്ഞാൽ ഉച്ചവരെ പിന്നെ വിശക്കുകയില്ല, നമ്മുടെ വെയിറ്റിനെ അത് കൺട്രോൾ ചെയ്യും. ഇത് കണ്ടല്ലോ, ഇത് ഹാഫ് അവക്കാഡോ. അത് നമ്മളിങ്ങനെ സ്കൂപ്പ് ചെയ്തെടുക്കുന്നു. നല്ലപോലെ റൈപ്ഡ് ആണെങ്കിൽ നമുക്കിങ്ങനെ സ്കൂപ്പ് ചെയ്തെടുക്കാം. അത് ഞാൻ എൻ്റെ ബ്ലണ്ടറിലോട്ട് ഇടുന്നു. ഇനി ചേർക്കുന്നത് ഹാഫ് ബനാന. നമ്മൾ ആദ്യം ചേർത്തത് അവക്കാഡോ അല്ലേ. അവക്കാഡോയിൽ ഉള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി, വെയിറ്റ് കൺട്രോളിനുള്ളതാണ്. റെഗുലേറ്റ് അവർ ബ്ലഡ് പ്രഷർ, അതായത് ബ്ലഡ് പ്രഷറിനെ റെഗുലേറ്റ് ചെയ്യും, വെയിറ്റ് അധികം വയ്ക്കാതെ സൂക്ഷിക്കും. അതുപോലെ തന്നെ പ്രഗ്നൻസിയിൽ എല്ലാ സ്ത്രീകളും പ്രഗ്നൻസിയിൽ മസ്റ്റായിട്ടും ആഡ് ചെയ്യേണ്ട ഒരു ഫ്രൂട്ടാണ് അവക്കാഡോ. പക്ഷേ അതിനു മുമ്പ് ഡോക്ടറോട് കൺസൾട്ട് ചെയ്യുന്നത് നന്നായിരിക്കും. രണ്ടാമത്തെ ഫ്രൂട്ട് ബനാന. ബനാനത്തിൽ പ്രത്യേകമായുള്ളത് പൊട്ടാസ്യവും മഗ്നീഷ്യവുമാണ്. പൊട്ടാസ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹാർട്ട് കണ്ടീഷനെ ഗുണം ചെയ്യും, അതുപോലെ ബ്ലഡ് പ്രഷർ റെഗുലേറ്റ് ചെയ്യും. മഗ്നീഷ്യം എന്നാൽ എല്ലാ എൻസൈംസിൻ്റെയും വർക്കിനെ മഗ്നീഷ്യം പ്രചോദനം നൽകും. അതായത് നമ്മുടെ മസിൽസ്, നെർവ് ഫങ്ഷൻ, ഷുഗർ കൺട്രോൾ, ക്ഷീണം മാറാൻ എല്ലാത്തിനും മഗ്നീഷ്യം ഉപകരിക്കും. ഇപ്പോൾ നമ്മൾ ചേർത്തിരിക്കുന്ന അവക്കാഡോ പഴം. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന തൈര്, നോ ഫാറ്റ് തൈര്. ഇത് ഇച്ചിരി ഫ്ലേവേഡ് തൈരാണ്. വനില ചേർന്നിട്ടുണ്ട് 2%. അതുപോലെ തന്നെ ഗ്രീക്ക് യോഗട്ടാണ് എടുത്തിരിക്കുന്നത്, അതും കൂടെ ഇതിലോട്ട് ആഡ് ചെയ്യുന്നു. ഇനി ഞാൻ
കുറച്ച് ഹണി, ഒരു ഹാഫ് സ്പൂൺ ഹണിയും കൂടെ ഇതിലോട്ട് ആഡ് ചെയ്യുന്നു. ഹണി നിങ്ങളുടെ ചോയ്സ് ആണ്. മധുരം ഒട്ടും ആവശ്യമില്ല എന്ന് തോന്നുവാണെങ്കിൽ ഹണി ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി ഒരു ലിറ്റിൽ ബിറ്റ് വാട്ടർ, അടച്ചു. ഇനി അത് ഓണാക്കുവാണ്. ഹണി എന്നത് ആന്റി ഓക്സിഡന്റും ആന്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസും ഇൻക്ലൂഡ് ചെയ്തതാണ്. ഇപ്പോൾ നമ്മുടെ സ്മൂത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്, കണ്ടല്ലോ. ഇവിടെ ഞാനൊരു കപ്പ് എടുത്തിട്ടുണ്ട്. ഈ കപ്പിലോട്ട് നമ്മുടെ സ്മൂത്തി അങ്ങോട്ട് ഒഴിക്കുവാണ്. ഇനി ഇതിന്റെ മേളിലോട്ട് അവസാനമായിട്ട് ഞാൻ ചേർക്കുന്നതാണ് സഫ്രോൺ അല്ലെ കുങ്കുമപ്പൂ. കണ്ടല്ലോ, നമ്മുടെ സ്മൂത്തി റെഡി. ഇതിനകത്ത് കറുത്ത് കാണുന്നത് ചിയാ സീഡ്, ഇത് സഫ്രോൺ അല്ലെങ്കിൽ കുങ്കുമപ്പൂവ്. ഇതൊരു കപ്പും ഒരു മുട്ടയും കഴിച്ചു കഴിഞ്ഞാൽ ഉച്ചവരെ സുഖമായിട്ട് നമുക്ക് വിശക്കാതെ പോകാം.